ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ട്, സെൻസസിലും കിട്ടിയിട്ടുണ്ട്. സെൻസസിലെ ട്രേഡാണെന്ന് ശരിക്കും തകർത്തത്. നമുക്കൊരു 1000 പോയിൻസിൻ്റെ അടുത്ത് സെൻസസിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കണം പോലെ 1000 പോയിൻസ് എല്ലാവരും എടുത്തു എന്നല്ല പറയണത്. 200 സെൻസസിൽ ടോട്ടൽ ടാർഗറ്റ് വരുന്നത് ഒരു ട്രേഡിൽ. പക്ഷേ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. അത് ശരിക്കും ഒരു 1000 പോയിൻസിന് മൂവ്മെൻറ്റാണ് ക്രിയേറ്റ് ചെയ്തേക്കണത്. എവിടെ വേണമെങ്കിലും പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാം കേട്ടോ. ഞാൻ അത് പിന്നെയും പറയാം. ഇത് നിഫ്റ്റി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. തൽക്കാലം ഇപ്പം നിഫ്റ്റി ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഓൾറെഡി നല്ലൊരു ഡൗൺഫോളാണ് കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് റീട്രേസ്മെൻറ്റിൻ്റെ അടിയിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഫോള്. അപ്പോൾ ഒരു പി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ബാങ്ക് നിഫ്റ്റി ആണ് സെയിം തന്നെയാണ്, നല്ലൊരു പി തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് ടോട്ടലി ഇത്രയും സ്ട്രൈക്കുകളിലൊക്കെ ട്രേഡുകൾ വന്നിരുന്നു. നമുക്കൊരു ട്രേഡ് 23,500 പിയിലാണ്. ഫസ്റ്റ് ട്രേഡ് നമുക്കൊരു 10 പോയിൻ്റ് അടുത്ത് പ്രോഫിറ്റ് വന്നിട്ട് അത് അടിയിലേക്ക് പോയി. ഈ ഓർഡർ നിങ്ങൾ അടിയിൽ നിന്നൊക്കെ പഞ്ച് ചെയ്യായിരുന്നെങ്കിൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് ഈ സൈഡ് കിട്ടും. നമുക്കത് SL ആയിട്ടാണ് കൂട്ടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതൊരു ട്രേഡ് ഉണ്ടായിരുന്നു 98.50 കേട്ടോ. 98.50 നമുക്ക് ട്രേഡ് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ലിമിറ്റിക്ക് വന്ന് ടച്ച് ചെയ്തിട്ട് എടുത്താൽ മതി എന്ന് തന്നെയാണ് പറഞ്ഞത്. ലിമിറ്റിക്ക് ഈ കാലിന് ഇവിടെ വന്നെങ്കിൽ കൂടിയും ലിമിറ്റിലേക്ക് വന്നില്ല, അപ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് ലിമിറ്റിക്ക് വന്നിട്ട് പിന്നെ പോയൊരു മൂവ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ലിമിറ്റ് എന്നാണ് പോയത്. 98.80 എന്നാണ് കറക്റ്റ് എക്സാക്റ്റ് പ്രൈസിലാണ് പോയത്. ഞാനത് മുൻകൂട്ടി പറഞ്ഞതാണ്, ആദ്യമേ പറഞ്ഞതാണ്. പക്ഷേ ഈ സംഭവം നമുക്ക് ലിമിറ്റിൽ വരാത്തതുകൊണ്ട് നമുക്ക് ആ ട്രേഡ് മിസ്സായതാണ്. പക്ഷേ ട്രേഡിംഗ് ഒക്കെ അങ്ങനെ തന്നെയാണ്, മിസ്സാവൽ ഇഷ്ടം പോലെ നടക്കും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. പിന്നെ രണ്ടാമത് ഇതേ സ്ട്രൈക്ക് തന്നെ. ഇതേ സ്ട്രൈക്കിന് നമുക്ക് വേറെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. 152.30 ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. അത് 200 പോയിൻറ്റ് വൺ വേയിൽ തന്നെ പോയിട്ടുണ്ട്, 200 പോയിൻറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 354.30 ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. ഗ്രീൻ ക്യാൻഡിൽ ലോസിങ്, റെഡ് ക്യാൻഡിൽ റിജക്ഷൻ. ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം. പക്ഷേ ഈ ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ SL സൈഡിൽ എടുക്കാനാണ് പറഞ്ഞത്. ക്ലിയർ ആയിട്ട് SL സൈഡ് എന്ന് പറയുമ്പോൾ അടിയിലേക്ക് വരണം. ക്യാൻഡിൽസ് അടിയിലേക്ക് വന്നിട്ട് നിങ്ങൾ ഓർഡർ പഞ്ച് ചെയ്യുക. അങ്ങനെയാണ് ഈ ട്രേഡ് എടുക്കേണ്ടത്. ഈ ട്രേഡാണ് ഒരു 700 പോയിൻ്റ് മൂവ്മെൻറ്റ് വൺ വേയിൽ പോയിക്കണത്. ഇതെല്ലാവരും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 700 പോയിൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ 700 പോയിൻ്റ് വലുതായിട്ട് കാണണ്ട. ഈ സംഭവം കറക്റ്റായിട്ട് നിങ്ങൾ SL മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 700-800 ഒക്കെ ഈസിയായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷൻ തന്നെയാണ്. എന്നാണ് 354-ന് 1800 വരെ പോയിട്ട് 1800-500 വരെ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. പിന്നെ 23,500 സീലാണ്. ഈ ട്രേഡ് എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഇത് ഫ്രീ ഗ്രൂപ്പിലൊക്കെ കൊടുത്ത ട്രേഡാണ്. ഇതെല്ലാവർക്കും എടുക്കാൻ വേണ്ട ട്രേഡാണ്. ഇതിൽ 45 പോയിൻ്റ് മൂവ്മെൻറ്റാണ് കിട്ടിയത്. നമുക്ക് അടുത്തൊരു ട്രേഡ് SL ആണ്. ഡയറക്റ്റ് SL വന്നിട്ടുണ്ട്, ഇല്ലയെന്നും പറയണില്ല. ഡയറക്റ്റ് SL വന്നിട്ടുണ്ട്. അടുത്ത ട്രേഡ് 106 70-73 എടുത്തവർക്ക് അതൊക്കെയും പ്രോഫിറ്റാണ്. എന്നിട്ടുള്ള SL ആണ്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന 77,500 സീലാണ്. ഇതും സെൻസസ് ആണ് കേട്ടോ, സെൻസസിൽ തന്നെയാണ്. ഇന്ന് കൂടുതൽ ട്രേഡ് വന്നത് 150 പോയിൻ്റ് റണ്ണ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റില്ല, 1:4 ആണ്. 150 പോയിൻ്റ് റണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്കൊന്നുണ്ടായിരുന്നത്. നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ നോക്കുക. മാക്സിമം നിങ്ങൾ ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കുക. സ്ട്രൈക്ക് നോക്കുക, സ്ട്രൈക്ക് ചാർട്ട് നോക്കുക. അതിൻ്റെ ബൈയിങ് പ്രൈസ് എവിടെയാണ് വരണതെന്ന് നിങ്ങൾ മാക്സിമം അങ്ങനെ ട്രെയിൻ ചെയ്ത് വരിക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് സക്സസ് റേറ്റ് ഉണ്ടാവുള്ളൂ. അതുവരെ നിങ്ങൾ ബിഗിനേഴ്സ് തന്നെയാണ്. നിങ്ങൾക്കൊന്നും അറിയാത്ത സ്റ്റേജിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് പ്രൈസ് കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കറക്റ്റ് SL എന്തിനാണ് ഇടുന്നത്, നിങ്ങൾക്ക് ബൈയിങ് പ്രൈസ് കിട്ടിയാലേ കറക്റ്റ് SL എന്തിനാണ് ഇടുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബൈയിങ് പ്രൈസ് കിട്ടിയാൽ എന്തിനാണ് ടാർഗറ്റ് വയ്ക്കുന്നത്, എത്രയാണ് ടാർഗറ്റ് വയ്ക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ബൈയിങ് പ്രൈസ് കിട്ടുക തന്നെ വേണം. അതിന് പ്രോപ്പറായിട്ട് ചാർട്ട് റീഡ് ചെയ്യാൻ തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ മതി. ഞാനിവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഗ്രാമിൽ കയറിയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ഫ്രീ ടെലിഗ്രാം ചാനലാണ്, എല്ലാവർക്കും കയറാം, എല്ലാവർക്കും ഏൺ ചെയ്യാം. എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുത്തവരുണ്ട് രാവിലെ തന്നെ. അതായത് സെൻസസിൻ്റെ ട്രേഡ് എടുത്തവരുണ്ട്, നിഫ്റ്റിയുടെ ട്രേഡ് എടുത്തവരുണ്ട്, ഇഷ്ടംപോലെ പ്രോഫിറ്റ് എടുത്തവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മളൊരു പുതിയൊരു പ്ലാനിങ് നടത്തുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അത് ചെയ്യാൻ പറ്റുക. അത് ഞാൻ ഉടനടി ഞാൻ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വയ്ക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് നമുക്ക് ഫസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ഇടുന്നേക്കാൻ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റോറി ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.